ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 6 പ്രധാനപ്പെട്ട ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിലാണെങ്കിൽ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു ഫാക്ടറാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ റെസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയും ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് റെസ്പെക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അവരോട് സംസാരിക്കുന്നത് എപ്പോഴും നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ ഗുഡ് വേർഡ്സ് ആണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യം വരില്ല. അത് അവരായിട്ട് തന്നെ തരും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസിലൊക്കെ ഇടിച്ചു കയറിക്കൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. ഒരാൾ സംസാരിക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് കേൾക്കുന്നുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ തന്നെ കേൾക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരെന്തെങ്കിലും പറയുന്ന കാര്യത്തിൽ നിങ്ങളും അത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് കുറെ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, സോറി പറയേണ്ട സാഹചര്യങ്ങളിൽ സോറിയും അതുപോലെ തന്നെ താങ്ക് യു പറയേണ്ട സാഹചര്യങ്ങളിൽ താങ്ക് യുവും പറയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. കാരണം ഇത് 2 വാക്കുകളല്ല, അതിനപ്പുറത്തേക്ക് അതിൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട് എന്നുള്ളത്. അത് ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്ന വ്യക്തിക്ക് അതിന്റെ മൂല്യം അല്ലെങ്കിൽ അതിന് വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ഒരു സോറി അല്ലെങ്കിൽ ഒരു താങ്ക് യു അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് വളരെയധികം മീനിങ് ആയിരിക്കും. അത് അവരോട് ചോദിക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയേണ്ട സാഹചര്യങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോണ്ട് ലൈ. മാക്സിമം കള്ളം പറയാതിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കള്ളം പറയുന്നതോടുകൂടിയായിരിക്കും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ആകെ ഇല്ലാതാവുക. അതുകൊണ്ട് തന്നെ കള്ളം പറയുന്നത് മാക്സിമം ഒഴിവാക്കുക. അതല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമാണ് 2 പേരും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് 2 പേർക്കും ഉയർച്ച ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഗ്രോ ചെയ്തു പോകുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, ഒരു ഉയർച്ചയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു മടുപ്പ് വരാൻ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ 2 വ്യക്തികൾക്കും ഒരുപോലെ ഒരു ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ലാക്കായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതില്ലാത്തത് കൊണ്ടാണ് ആ റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.